സമയം ഒരു 5 മണിയാവാറായിട്ടുണ്ട്. അച്ചാച്ചിയും അമ്മയും എല്ലാവരും ജോലി കഴിഞ്ഞ് വരുന്ന സമയമാവാറായിട്ടുണ്ട് കേട്ടോ. എന്തായാലും വീട്ടിലിനി അത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യം എല്ലാ പണിയും ഞാൻ തീർത്തിട്ടുണ്ട്. കുറച്ച് പാത്രം കഴുകാനും കൂടെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതും എല്ലാം കഴുകി കഴിഞ്ഞു. തൂത്തുവാരി തുടച്ചു. അങ്ങനെ അത്യാവശ്യം ഏറെക്കുറെ എല്ലാ പണിയും തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അമ്മയും അച്ചാച്ചിയും വരുമ്പോൾ അത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതേ പുറത്തഴയിൽ കുറച്ച് തുണി രാവിലെ വിരിച്ചിട്ടതുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഉണങ്ങി കിടക്കുക കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാനെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തു കേട്ടോ. നല്ലത് ഇപ്പം തുണി ഇട്ടിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നേരത്തെ പടുത വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം കെട്ടിയപ്പോൾ അവിടെ കെട്ടിയില്ല കേട്ടോ. കാരണം നല്ല വെയിലടിക്കുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമേ നമുക്കിപ്പോൾ നല്ല വെയിലടിക്കുന്നുള്ളൂ. ചുറ്റിന് വേല നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അഴ കെട്ടിയാൽ വെയിൽ കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് തുണി ഉണങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമേ വെയിലുള്ളൂ കേട്ടോ. പിന്നെ വെയിലുള്ളത് കൊണ്ട് ഇവിടെ ഇരുന്നത് പെട്ടെന്ന് തന്നെ തുണിയെല്ലാം ഉണങ്ങി കിട്ടും കേട്ടോ. ഇനി തുണിയെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ കുഞ്ഞിനെ കുളിപ്പിക്കാൻ. മോളാണെങ്കിൽ പകൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ. പകൽ ഉറങ്ങാൻ അവൾക്ക് ഭയങ്കര മടിയാണ്. പിന്നെ നിർബന്ധിച്ച് ഞാനങ്ങനെ ഉറക്കാറും ഇല്ല കേട്ടോ. പകൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാനായിട്ട് ഒരുപാട് ലേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് ഞാൻ പിന്നെ ബലം പിടിച്ച് കിടത്തുകയില്ല കേട്ടോ. അങ്ങനെ തുണിയെല്ലാം എടുത്തത് ഞങ്ങളുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അന്നേരത്തേക്കിനും അച്ചാച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചാച്ചി വന്നപ്പോൾ ഞാനിത് നേരെ അച്ചാച്ചിക്ക് ചായ വെച്ചു. പിന്നെ അച്ചാച്ചി വന്നപ്പോൾ കുറച്ച് മാങ്ങായും ഇറച്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കറി വെക്കാനുള്ള പണിയിലാണ് അമ്മയും വെല്ലുമ്മച്ചിയൊക്കെ. ഞാനിതേ നേരെ ചായ ഇടാനായിട്ട് പോയി. അമ്മ ഇറച്ചിയൊക്കെ കഴുകി മസാലയൊക്കെ തിരുമ്മി വെക്കുവാണ് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് കപ്പ വേവിക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതിനിടയിൽ ഞാനിത് അച്ചാച്ചി കൊണ്ടുവന്ന മാങ്ങ അച്ചാറിടാനായിട്ട് പോകുന്നു കേട്ടോ. അച്ചാച്ചിക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവർക്കും ചോറ് കൊണ്ടുപോകേണ്ടതൊക്കെ ആയതുകൊണ്ട് അച്ചാറുകൾ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും ഒരു കറി മാത്രം പോരല്ലോ, എല്ലാവരുടെയും കൂടെ ഒരുപാട് കറി വേണമല്ലോ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അച്ചാർ, തോരൻ, എന്തെങ്കിലും ചാറ് അല്ലെങ്കിൽ മീൻ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ. അങ്ങനെ ഒരുപാട് കറികളായിട്ട് കാണും കേട്ടോ. പിന്നെ അച്ചാർ കൂടുതലും അച്ചാച്ചീനെ ഓർത്താണ് കേട്ടോ. പിന്നെ എനിക്കും അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാനിത് നേരെ മാങ്ങ അരിയാനായിട്ട് വന്നിരുന്നു കേട്ടോ. ഉപ്പ് തിരുമ്മി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും വൈകിട്ടത്തെ പിടി ഇത്രേ ഉള്ളൂ.